ഇടതു മുന്നണി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഈ ഇടതു മുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തിനുള്ളതായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നാട് നന്നാവാനാണോ? അല്ല. 4 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ അവർ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. ഇടതു മുന്നണി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഇടതു മുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും ഈ വോട്ടിന് വേണ്ടിയുള്ളതായിരുന്നു. പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പോലും ഈ വോട്ടിന് വേണ്ടിയായിരുന്നു. ഇതിനൊന്നും വോട്ട് ചെയ്യാത്ത ജനങ്ങളെ നന്ദിയില്ലാത്തവർ എന്ന് അപഹസിക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റേത്. അതിനി ആരാണ് മറുപടി പറയുന്നതെന്നോ? ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളാണ്. ജമീലതയെ പോലെ, ആയിഷയെ പോലെ, സക്കീനയെ പോലെ, യാസ്മിനയെ പോലെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ മറുപടി പറയുന്ന കാലം വന്നു. കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണത്രേ. അതെ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങൾ കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ കെട്ടിൽ കുരുങ്ങിയിരിക്കാം എന്നാർക്കും വാക്കുകൊടുത്ത പെണ്ണുങ്ങളല്ല. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. ഞങ്ങൾ ജനിച്ചു വീണ, പിറന്നു വീണ നാട്ടിലും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. അത് ഇരട്ട പൗരത്വം പോലെ, ഒരു ഇരട്ട അഭിമാനം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ കരുതിയത് അതൊരു കെട്ടിയിടലാണെന്നോ? അദ്ദേഹം പറഞ്ഞ പോലെയാണെങ്കിൽ എന്റെ മക്കളുണ്ട്, ഭർത്താവിന്റെ കൂടെ കിടക്കാനാണ് കെട്ടിച്ചു വിടുന്നതെന്ന്. ഇയാൾ സ്ത്രീകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാൾ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിനുവേണ്ടി മാത്രം വെക്കുന്ന കാഴ്ച വസ്തുക്കളാണ് സ്ത്രീകൾ എന്നാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടാണ് അത് എന്ന് അയാളുടെ മാത്രം വാക്കുകൾ കൊണ്ട് ഞാൻ അടിവരയിടുന്നില്ല. പക്ഷേ അതിനൊപ്പം നിന്ന് കൂകി വിളിച്ച, കൈയടിച്ച ഒരു ആൺകൂട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു ധാർഷ്ട്യം നിറഞ്ഞ കൂട്ടം. അവര് കൈയടിക്കുമ്പോൾ അവർ അംഗീകരിക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ്. സ്ത്രീകള് അതിനുള്ള എന്തോ ഒരു ഉപഭോഗ വസ്തുക്കളാണത്രേ. അല്ല, ഞങ്ങളുടെ സ്ത്രീകൾ രാഷ്ട്രീയം പറയുന്നവരാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ആയിഷ കയറി വരുന്നത് സ്പോർട്സിലൂടെയാണ്. കളിച്ച് മുന്നേറിയ ഒരു സ്ത്രീയാണ് ഈ സ്വാഗതം പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നേതൃത്വം വഹിച്ച ഒരു സ്ത്രീയാണ് ഈ ചടങ്ങിന് ഉദ്ഘാടനം വഹിച്ചത്. പ്രിയപ്പെട്ട ഷാഹിന നിയാസി, പ്രിയപ്പെട്ട സെക്കൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് വേദികളിൽ നിങ്ങൾക്ക് വലിയ വാക്കുകളിൽ അവരെ കാണാൻ പറ്റില്ല. പക്ഷെ മലപ്പുറം തൂത്തുവാരിക്കൊണ്ടൊരു വിജയം ഉണ്ടാക്കിയപ്പോ, ഏറ്റവും വലിയ സംഘടനയായിക്കൊണ്ട് വനിതാ ലീഗിനെ അടയാളപ്പെടുത്തിയപ്പോ അതിന് പുറകിൽ സൗമ്യമായി ചിരിക്കുന്ന ആ മുഖമുണ്ട്. അതൊരു ലീഡർഷിപ്പാണ്, അതൊരു നേതൃത്വമാണ്. അതാണ് ഞങ്ങളുടെ സ്ത്രീകൾ. പ്രിയപ്പെട്ട ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ ആളുകൾക്കും നേതൃത്വം വഹിക്കുന്ന ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി മാത്രമല്ല, വിമാനം പറപ്പിക്കുന്ന പെൺകുട്ടികൾ മലപ്പുറത്ത് നിന്നുണ്ടാവുന്നത് അവർ ആ പെൺകുട്ടി എന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടാണ്. ഇന്ന് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, തെന്നലയിലെ, മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ എന്നതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവരിൽ ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായത് പെൺകുട്ടികളായിക്കൊണ്ട് തന്നെയാണ്. അവർക്ക് നയിക്കാനും അറിയാം, നിൽക്കാനും അറിയാം, പറയാനും അറിയാം. അങ്ങനെയുള്ള പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന മണ്ണാണിത്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അഭിമാനബോധത്തോടുകൂടി നിലനിൽക്കണമെന്ന് രാഷ്ട്രീയ ബോധി കൊടുത്ത മണ്ണാണിത്. ആ CH-ന്റെയും CD സാഹിബിന്റെയും ഒക്കെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പിന്നോട്ട് നടക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കാനേ അറിയൂ.